കുറഞ്ഞ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉത്തമം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചേലാമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ച ഉത്തമം ക്ലിനിക്കിന്റെയും ഉത്തമം മെഡിക്കൽസിന്റെയും ഉദ്ഘാടനം പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ നാട്ടുകാർക്ക് നല്ല സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം. ആതുര ശുശ്രൂഷ രംഗത്ത് സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ചേലാമറ്റം എന്ന പ്രദേശത്തിന്റെ മുഖമായി മാറിയ പ്രസ്ഥാനമാണ് ഉത്തമം ഗ്രൂപ്പ്. ഉത്തമം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഉത്തമം മെഡിക്കൽസ് ആൻഡ് ക്ലിനിക് ചേലാമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. നാട്ടുകാർക്ക് നല്ല സേവനം എന്ന കാഴ്ചപ്പാടോടെയാണ് ഉത്തമം ബിൽഡിംഗിൽ ഈ സ്ഥാപനങ്ങളുടെയെല്ലാം പ്രവർത്തനം. പുതിയതായി ആരംഭിച്ച ഉത്തമം മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനമാണ് ഉത്തമം. ഇവിടെ ഒട്ടനവധി സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രത്തിന്റെ ജീവൻ രക്ഷാ മരുന്നുകൾ വില കുറച്ച് ഇവിടെ ലഭ്യമാവുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ആസ്റ്റർ ലാബ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദ രംഗത്തും അലോപ്പതി രംഗത്തും പ്രഗത്ഭരായ ഡോക്ടർമാർ, ഡോക്ടർ ജോൺ മേലേത്ത് ഉൾപ്പെടെയുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ വരുന്ന ക്ലിനിക്കുകൾ, മെഡിക്കൽസ് പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ, ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ്, മുൻ പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി, വൈസ് പ്രസിഡന്റ് മിനി സാജൻ, വാർഡ് മെമ്പർമാരായ ഫൗസിയ സുലൈമാൻ, അമൃത സജിൻ, സനിൽ, മിഥുൻ, സ്ഥാപന ഉടമകളുടെ ബന്ധുമിത്രാദികൾ, ഓരോ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റത്തെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ജംഗ്ഷനിൽ ജനൌഷധി കേന്ദ്രവും ആസ്റ്റർ ലാബും അതുപോലെ തന്നെ മെഡിക്കൽസും ക്ലിനിക്കും എല്ലാമായി ആതുര സേവന രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ കഴിയുന്ന ഒരു വലിയ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കുട്ടികളുടെ ചികിത്സാ രംഗത്ത് നാളുകളുടെ സേവന പാരമ്പര്യമുള്ള സുപ്രസിദ്ധ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ജോൺ മേലേത്ത്, ഡോക്ടർ ആൻസി റഹ്മാൻ എന്നിവരുടെ സേവനം ഇനി മുതൽ ചേലാമറ്റം, ഒക്കൽ പ്രദേശവാസികൾക്കും പരിസരത്തുള്ളവർക്കും ഉത്തമം ക്ലിനിക്കിലൂടെ ലഭ്യമാണ്. എൻ്റെ പേര് ജോൺ മേലേത്ത്. ഞാൻ പീഡിയാട്രീഷ്യനാണ്. കുട്ടികൾക്ക് സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം സാധാരണ രീതിയിൽ കുട്ടികൾക്ക് പുറത്ത് OPDകളിൽ കാണാൻ പറ്റുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ നടത്തും. സ്ക്രീനിങ്ങും എന്തെങ്കിലും ആവശ്യമുണ്ട്, എങ്ങോട്ടെങ്കിലും റെഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ റെഫർ ചെയ്യുന്നതാണ്. ഫാർമസി ഉണ്ട്, ലാബുണ്ട്. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് ഇവിടെ കിടത്തി നോക്കാനും സൗകര്യങ്ങളുണ്ട്. രോഗമുക്തിക്കാവശ്യമായ ഏതുതരം മരുന്നുകളും പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ഉത്തമം മെഡിക്കൽസിൽ നിന്നും ലഭിക്കും. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ വൻ വിലക്കുറവിൽ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം, അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഏറ്റവും മികച്ച ലാബ് ടെസ്റ്റിംഗ് റിസൾട്ട് നൽകുന്ന ആസ്റ്റർ ലാബിന്റെ കളക്ഷൻ സെന്റർ, ഡോക്ടർ വന്ദന ശ്രീകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആയുർവേദ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ അംഗീകൃത ഏജൻസി, ക്ഷീരകർഷകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ സഹായമാകുന്ന സർക്കാർ സംരംഭമായ മിൽമയുടെ പാലും പാലുൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന മിൽമ പാർലർ എന്നിവയെല്ലാമാണ് ചേലാമറ്റം ഉത്തമം ബിൽഡിംഗിലെ മറ്റ് സ്ഥാപനങ്ങൾ. ലാഭേച്ഛ ഏതുമില്ലാതെ ആരോഗ്യ മേഖലയിൽ തങ്ങളുടെ നാട്ടുകാർക്ക് നല്ല സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭങ്ങളുടെയെല്ലാം പ്രവർത്തനമെന്ന് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ലത ഉത്തമൻ, ശ്രീകുമാർ ഉത്തമൻ, ഡോക്ടർ വന്ദന ശ്രീകുമാർ, ഗൗതം ശ്രീകുമാർ എന്നിവർ അഭിപ്രായപ്പെട്ടു. ഒന്നൊഴികെയെല്ലാം ആതുര സേവന മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നൊഴികെയല്ല, അതും ആതുര സേവനം തന്നെയാണ്. അത് ജനങ്ങൾക്ക്, മിൽമയല്ലേ ഉദ്ദേശിച്ചത് നിങ്ങൾ, അത് സാധാരണ ജനങ്ങൾക്ക്, ക്ഷീര കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. പിന്നെ മിൽമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മരുന്ന് കഴിക്കാതെ തന്നെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല പാലും അതിന് പറ്റിയ പാലിൻ്റെ മറ്റു സാധനങ്ങളുമാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊരു വേറെ സ്ഥാപനമല്ല, അതിനോട് ചേർന്ന് തന്നെയാണ്. അത് ഒരു സേവനം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിട്ടയർമെന്റിന് ശേഷം ഞാനൊരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരിയായിരുന്നു. AGS ഓഫീസിൽ സീനിയർ ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തയാളാണ്. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സേവനം ചെയ്യണം നാട്ടിനെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന് അസുഖം വന്നത്, ഹസ്ബൻഡ് മരിച്ചു പോയത്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് തന്നെ ശ്രദ്ധ ചെയ്യുകയാണ് ചെയ്തത്. അതൊരു സേവനം തന്നെ എടുക്കാം എന്ന് വിചാരിച്ചൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത്.
ഏറ്റവും ക്വാളിറ്റിയുള്ള മരുന്നുകളാണ് ജനൌഷധിയിൽ കിട്ടുന്നത്. അത് സാധാരണക്കാരന് വളരെ ആശ്വാസമാണ്. രണ്ടാമത് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന എന്തായാലും വിശ്വവിഖ്യാതമായ ഒരു സ്ഥലമാണ്. അവിടെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് അതിനൊരു എന്താ പറയുക, ഒരു നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അവിടെ നിന്ന് കിട്ടുന്നതിന് നമുക്ക് പിന്നെ ഒരു സംശയിക്കേണ്ട കാര്യമില്ല അവിടുത്തെ റിസൾട്ട്. അപ്പോൾ നമുക്കതിനൊരു നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ഇതാണ്. പിന്നെ കോട്ടയ്ക്കൽ എൻ്റെ മകൻ്റെ വൈഫാണ് ചെയ്യുന്നത്. ആയുർവേദ ഡോക്ടറാണ്, MD ആണ്. അപ്പോൾ ഡോക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ മകള് തന്നെ ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചൊരു സേവനത്തിൻ്റെ ചർച്ച പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർന്നത്. അപ്പോൾ ഇത് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരമാണ്. ഒരു ജനൌഷധിയിൽ ചിലപ്പോൾ ചില മരുന്നുകൾ കിട്ടാതെ ഉണ്ട്. ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് ചിലപ്പോൾ ചില മരുന്നുകൾ കിട്ടാതെ വരും. അപ്പോൾ അതും കൂടെ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ചെറിയ കുട്ടികളുടെ ചികിത്സയ്ക്ക് കൂടെ ആവശ്യമുണ്ടെന്ന് ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഒരു പീഡിയാട്രീഷ്യനും പിന്നെ ഒരു ഫിസിഷ്യനുണ്ട്, പിന്നെ ഓർത്തോയുണ്ട്. അപ്പോൾ 3 സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മളത് കൂടുതൽ വികസിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു ലാഭമൊന്നും പ്രതീക്ഷിക്കുന്ന മേഖലയല്ലല്ലോ സേവന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യം കിട്ടുമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.